ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതിയിട്ടോ. ഇന്നിപ്പോൾ ചേട്ടായി ഡ്യൂട്ടിക്ക് പോയി ഞാനും മോനും തന്നെയുള്ളൂ വീട്ടിൽ. അപ്പോൾ എന്നും അവനെ ഞാനാണ് പല്ല് തേപ്പിക്കാറുള്ളത്. ഇന്ന് അവൻ എന്നോട് പറഞ്ഞ് അമ്മ പൊക്കോ, ഞാൻ തന്നെ പല്ല് തേച്ചോളാന്ന്. അപ്പോൾ അവൻ പല്ല് തേക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുടിയൊക്കെ ചേട്ട കളഞ്ഞ് ചീവി ഒന്ന് വാരി ഒതുക്കി കെട്ടി എനിക്ക് മുടിയൊന്ന് മുകളിലേക്ക് കെട്ടി വെച്ചാൽ കേട്ടോ സാറ്റിസ്ഫാക്ഷൻ ആവുക. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നേരെ തലമുടിയെല്ലാം കെട്ടി നേരെ കിച്ചണിലേക്ക് പോയി. ഇതാണ് കേട്ടോ എൻ്റെ കിച്ചൺ. അത്യാവശ്യം വലിയ കിച്ചനാണ്. കിച്ചണിൽ വരുമ്പോൾ എൻ്റെ ആദ്യത്തെ പണി എന്നുള്ള മോനുള്ള പാല് തിളപ്പിക്കുക, എനിക്കുള്ള ചായ തിളപ്പിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ചേട്ടായി വീട്ടിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് രാവിലത്തെ റുട്ടീൻ ഇതൊക്കെ തന്നെയാണ്. കാരണം ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. കാരണം എണീക്കുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയാവും. പിന്നെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊന്നുമില്ല. മോന് ബൂസ്റ്റിട്ട് ഒരു പാല് കൊടുത്തു കഴിഞ്ഞാൽ 1-2 മണിക്കൂറത്തേക്ക് അവനൊന്നും വേണ്ടെന്നാണ് പറയാറ്. എനിക്കാണെങ്കിലും ഒരു ചായ, അതിപ്പോൾ കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും എനിക്ക് ചായ മാത്രം മതി. പിന്നെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, അത്ര മാത്രം. ചേട്ടായി ആണെങ്കിൽ പിന്നെ ഒരു കട്ടൻ ചായ മാത്രം കുടിക്കാറാണ് പതിവ്. പിന്നെ ഈയിടെ റീസെൻ്റ്ലി ആയിട്ടാണ് പഴങ്കഞ്ഞി കുടിക്കുന്ന ശീലം തുടങ്ങിയത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് രാവിലെ അധികം കുക്കിംഗ് പരിപാടികളൊന്നുമില്ല. പിന്നെ പണി ഏറ്റവും കൂടുതൽ തീരാത്തെന്ന് വെച്ചാൽ നമ്മുടെ അല്ലറ ചില്ലറ പണികളൊക്കെ ഇല്ല, ക്ലീനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ എത്രയായാലും തീരില്ല കേട്ടോ. അങ്ങനത്തെ വീട്ടുപണി ഒരിക്കലും തീരില്ല. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ പറയും എത്രയായാലും വീട്ടിലെ പണി ഒതുങ്ങൂലെന്ന്. അപ്പോൾ നമ്മളൊന്നും വിശ്വസിക്കത്തില്ല. പക്ഷേ ശരിക്കും ഞാനിപ്പോൾ എൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. എൻ്റെ അമ്മ ഞങ്ങൾ രണ്ടുപേരെ സ്കൂളിൽ പറഞ്ഞു വിടാൻ നേരത്തെ 4 മണിക്ക് എണീറ്റ് വിറകടുപ്പിലാട്ടോ കുക്കിംഗ് എല്ലാം. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് തന്നേച്ച് അതെല്ലാം കഴിപ്പിച്ചിട്ട് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നു വിടും. ലഞ്ചെന്ന് വെച്ചാൽ എനിക്കൊരു 3-4 കൂട്ടം കറിയില്ലാണ്ട് ഞാനൊന്നും ചോറ് കൊണ്ടുപോകില്ല കേട്ടോ. പിന്നെ വൈകിട്ടാണെങ്കിലും രാവിലെ ഓൾറെഡി ഡിമാൻഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്, അമ്മയെ വൈകിട്ട് ഇന്ന് സ്നാക്സ് വേണമെന്ന്. പ്രത്യേകിച്ച് അമ്മയുടെ ശർക്കരയും ഗോതമ്പൊക്കെ ഇട്ട് അടയും കൊഴുക്കട്ടയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വെച്ചിട്ടായിരിക്കും പോണത്. അപ്പോൾ അമ്മ അതെല്ലാം റെഡിയാക്കി വെക്കൂട്ടോ പാവം. അപ്പം ഞാൻ ആലോചിക്കുക അന്നൊക്കെ എനിക്ക് എന്തുമാത്രം അഹങ്കാരമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഓർക്കാം അമ്മയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൂടി എന്നെപ്പോലെയുള്ള എല്ലാ മക്കളും അമ്മയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അമ്മയ്ക്ക് എന്തോ അവിടെ ഇത്ര പണി, വീട്ടിലിരുന്ന് കുക്കിങ്ങും പരിപാടികളും ചെയ്താൽ പോരെ, ഞങ്ങൾ സ്കൂളിൽ പോയി പഠിക്കണം, എഴുതണം, സാർമാരുടെ വഴക്ക് കേൾക്കണം, ക്വസ്റ്റ്യൻ ആൻസർ പറയണം, ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്ക്യൂസ് പറയാറുണ്ട് കേട്ടോ. അതൊക്കെ അന്നൊരു കാലം. എന്തായാലും നമ്മുടെ പേരൻസിനെ മാക്സിമം സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കും കേട്ടോ. അങ്ങനെ നേരെ മോൻ്റെ അടുത്ത് നിന്ന് അവന് പാലൊക്കെ നന്നായിട്ട് ആറച്ചിട്ട് ഹാളിൽ കൊണ്ട് കൊടുത്തു. ഒരു തരി ചൂടുണ്ടെങ്കിൽ അവൻ കുടിക്കില്ല കേട്ടോ. അങ്ങനെ അവന് പാലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കാനായിട്ടിരുന്നു. എനിക്ക് ഇന്നുള്ള സ്നാക്സ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കുറച്ച് ഉണ്ണിയപ്പം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ട്. പിന്നെ ചേട്ടയുടെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട കുറച്ച് ചക്കവറുത്തം ഉണ്ടായിരുന്നു. പിന്നെ മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ മിൽക്ക് ബിക്കീസ്. എനിക്ക് ഈ മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായി പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ കൂട്ടി എൻ്റെ ഇന്ന് രാവിലത്തെ ചായ കൂടി കഴിഞ്ഞു. പിന്നെ അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് തുണി ഉണ്ടായിരുന്നു. പിന്നെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് അതൊക്കെ അലക്കാൻ തുടങ്ങി. അമ്മയൊക്കെ പറയായിരുന്നു വീട്ടിലെ തുണിയലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പണി തീരുന്നു. സത്യം കേട്ടോ. അങ്ങനെ തുണിയെല്ലാം അലക്കാനിട്ടിട്ട് നേരെ ഞാൻ തൂക്കാലും തുടയ്ക്കാനൊക്കെ തുടങ്ങി. ഹാളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹാളിൽ എത്രയൊക്കെ ഓർഗനൈസ് ചെയ്താലും മോൻ പിന്നെ എല്ലാം ഡിസോർഗനൈസ് ചെയ്യും കേട്ടോ. പിന്നെ അവിടുന്ന് അടിച്ചു തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ അവൻ്റെ ഫേവറേറ്റ് കാർട്ടൂണായ ഗൗരി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഗൗരിയും കണ്ടുകൊണ്ടായിരുന്നു കേട്ടോ അടിച്ചു വരുന്നത്. അങ്ങനെ ഹാളൊക്കെ ഒരുവിധം അടിച്ചു വാരി പിന്നെ നേരെ ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും. അതുകൊണ്ട് അതിനകത്ത് കൂടെ സെറ്റിയുടെ കസേരയും കബോർഡ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ കോർണറൊക്കെ നന്നായിട്ട് ചേർത്ത് അടിച്ചില്ലെങ്കിൽ പൊടിയൊന്നും പോയില്ല കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം സമയം എടുത്ത് തന്നെ വേണം നമ്മുടെ ബെഡ്റൂമും ഹാളും പിന്നെ എല്ലാം അടിച്ചു വരാനായിട്ട്. പിന്നെ കിച്ചനും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ സമയം എടുത്തൊക്കെ തന്നെയാണ് കിച്ചനും അടിച്ചു വരാറുള്ളത്. പിന്നെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കാനായിട്ട് തുടങ്ങി. ഫ്ലോർ ക്ലീനറും ഡെറ്റോളും ഒക്കെ ഉപയോഗിച്ചാണ് തുടയ്ക്കുന്നത്. ഞാൻ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഡെയിലി ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ച് തുടയ്ക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എനിക്ക് സമയം ഡെയിലി കിട്ടാറില്ല. ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാറാണ് പതിവ്. പിന്നെ ക്ലീനിങ്ങൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്ന് പാത്രം കഴുകാനായിട്ട് തുടങ്ങി. എനിക്ക് പൊതുവേ പാത്രം കഴുകാൻ ഭയങ്കര മടിയാട്ടോ. ഞാൻ ചേട്ടായിട്ട് പറയും ചേട്ടായി ഇന്ന് ചേട്ടായി പാത്രം കഴുകി തന്നത്. അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിക്കും എടി ഇത് വീട്ടിലെ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന്. പക്ഷേ എനിക്ക് എല്ലാ പണി ചെയ്യാൻ ഇഷ്ടം. പക്ഷേ പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ഞാൻ എന്നും തലേദിവസം പാത്രമെല്ലാം കഴുകി വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. കാരണം രാവിലെ കേൾക്കുമ്പോൾ കഴുകാനായിട്ട് മടിയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ കഴുകുന്ന പാത്രം രാവിലെ പാല് തിളപ്പിച്ചതിൻ്റെ ചായ തിളപ്പിച്ചതിൻ്റെ ഒക്കെ പാത്രം കേട്ടോ. അങ്ങനെ എല്ലാം കഴുകി ഒതുക്കി മാറ്റി വെച്ചതിന് ശേഷം കിച്ചണിലെ സിങ്ക് ഒന്ന് കഴുകാമെന്ന് കരുതി. കാരണം എല്ലാ ദിവസവും ഞാൻ കിച്ചണിലെ സിങ്ക് കഴുകാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രവും കുക്ക് ചെയ്യുന്ന പാത്രവും എല്ലാം ഇവിടെ ഇട്ടല്ലേ കഴുകുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻസ് കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാക്സിമം ഡെയിലി നിങ്ങൾ സിങ്കൊക്കെ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സമയാനുസരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് സോപ്പ് സ്ക്രബ്ബറും ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് കഴുകിയിട്ടോ. കാരണം നമുക്കിത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് പിന്നെ അത് കഴുകാനായിട്ട് ശ്രമിച്ചു. അതൊക്കെ കഴുകി എല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നോളം വരെ നോക്കിയിട്ട് പിന്നെ നേരെ
പിന്നെ എനിക്കുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ കുളിപ്പിക്കാൻ പോകുന്ന കേട്ടോ. കാരണം എന്നും അവനെ ഡേ കെയർ വിടുന്നതുകൊണ്ട് അവരവിടെ നിന്ന് മേല് കഴിച്ച് വിടും. ഞങ്ങളും വൈകിട്ടാണ് മേല് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. കാരണം രാത്രി തണുപ്പായതുകൊണ്ട് തല നനച്ച് കുളിപ്പിച്ചാൽ പനി വരുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ തല നനച്ച് കുളിപ്പിക്കാറില്ല. അപ്പം ഞാനിന്ന് രാവിലെ ഓഫായതുകൊണ്ട് അവനെ രാവിലെ തന്നെ എണ്ണ തേപ്പിച്ച് നന്നായിട്ട് കുളിപ്പിച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് അവന് കുളിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് അവൻ എന്നോട് മല്ല് പിടിക്കുകയാണ് തോർത്താനായിട്ട്. അവന് തോർത്തനൊന്നും ഇഷ്ടമല്ല. എന്നാലും ഞാൻ അവനെ പുതിയ ഡ്രസ്സൊക്കെ ഇടിയിച്ച് മാറ്റി ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി. പിന്നെ അരി ഇടാനായിട്ട് വന്നു കേട്ടോ. നമ്മുടെ കാരണവന്മാരൊക്കെ പറയും ചോറിടാനൊക്കെ കുളിച്ചിട്ടൊക്കെ വേണം അരി ഇടാനെന്ന്. പക്ഷെ നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് അതൊക്കെ ഒട്ടും തന്നെ പ്രാക്ടിക്കലല്ല കേട്ടോ. കിട്ടുന്ന സമയത്ത് നമ്മൾ ഓരോ ജോലി തീർക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് ഞാൻ കുക്കറിലാട്ടോ ചോറ് വയ്ക്കുന്നത്. കാരണം ഇത് നല്ല വേവുള്ള ജയയുടെ അരിയാണ്. അപ്പോൾ 7 വിസിൽ കുക്കറിൽ തന്നെ കിടന്നാൽ മാത്രമേ ഈ അരി പാകത്തിന് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം എൻ്റെ കുക്കറിൽ ചോറൊക്കെ റെഡിയായി ഞാനൊരു സൈഡിലേക്ക് വാർത്ത് വെച്ചു. അപ്പോൾ രാവിലത്തെ അത്യാവശ്യം പണിയൊക്കെ ഒതുങ്ങിയപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് ടയേർഡായിട്ടോ. അതിനിടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ മറന്നായിരുന്നു. പിന്നെ 2 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. മോന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഷൂട്ട് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് കറണ്ട് പോയി ഗൈസ്. ആ സമയത്ത് ഞാനും മോനും കയറി കിടന്ന് ഉറങ്ങി. പിന്നെ എണീറ്റപ്പോഴത്തേനും കറണ്ട് വന്നായിരുന്നു. മോൻ സ്റ്റിൽ ഉറക്കാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ വിളിച്ചു. നമുക്കറിയാമല്ലോ നമ്മുടെ പേരൻസിനെ വിളിക്കുമ്പോൾ കണ്ടമാനം അവിടെ സമയം എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മേനെയൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും സമയം 5 മണി കഴിഞ്ഞു. പിന്നെ വിളക്ക് കൊളുത്തണ്ടല്ലേ എന്ന് ഓർത്ത് ഞാൻ പിന്നെ തലമുടി എണ്ണ വെച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഏതെണ്ണ യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. ഗ്രാമ്പൂ, ഉലുവയും കറിവേപ്പിലയൊക്കെ ഇട്ടൊരു എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും പിന്നെ ഹെയർ ഫോൾ ഉള്ളവർക്ക് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളൊന്ന് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ച് വരുന്ന സമയത്തപ്പോഴേക്കും മോൻ എണീറ്റ് വന്നു. പിന്നെ ഞങ്ങൾ വിളക്ക് കൊളുത്താനായിട്ട് നിന്നു. അപ്പോൾ അവൻ എന്നോട് പറയുന്നുണ്ട് വിളക്ക് കൊളുത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ചെറിയ വിളക്കാണ്, കൈ പൊള്ളും, അമ്മ വിളക്ക് കൊളുത്താൻ കൊച്ചിനെ തിരി കെടുത്താനായിട്ട് തരും. അത് അവൻ്റെ അച്ഛമ്മ പഠിപ്പിച്ച ശീലമാട്ടോ ഈ ചന്ദനത്തിരി കെടുത്തുന്നതും കത്തിക്കുന്നതൊക്കെ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചു. പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് നിന്നിട്ട് അവനാണെന്നിടയ്ക്ക് ഓരോ കോസ്റ്റ് കാണിക്കുമ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട് മോനെ പ്രാർത്ഥിക്കണം, നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഒക്കെ ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ലക്ഷ്മി ദേവിനെ ഈ സമയത്ത് വീട്ടിൽ വിളിച്ച് കെട്ടാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്ത് അവനെ നിർബന്ധിച്ച് എൻ്റെ കൂടെ ഇരുത്തി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും കുഞ്ഞുങ്ങളിൽ ഒരു ശീലം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. അപ്പോൾ എനിക്കൊരു ഉഗ്രം സമ്മാനമായിട്ട് വന്നു കേട്ടോ മത്തി. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന കാര്യം ഞാൻ കുളിച്ചത് വെറുതെ ആയി പോയല്ലോ ഈശ്വരാന്ന്. അങ്ങനെ എന്നാലും മത്തി നമുക്ക് ഫേവററ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മത്തിയെല്ലാം റെഡിയാക്കി ഒരുക്കി എടുത്തു. എന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി ഒരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചു. എന്നും മുളകിട്ടാണ് മീൻകറി വയ്ക്കുന്നത്. ഇന്നും ഓർത്ത് തേങ്ങ അരച്ച് വയ്ക്കുന്നത്. അങ്ങനെ ഒരു 5-8 പിടി തേങ്ങ ഇട്ട് എടുത്ത് മിക്സിയിൽ, ഇത് മിക്സി അല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന ബ്ലെൻഡറാണ്. എൻ്റെ മിക്സിയുടെ ബ്ലേഡ് പോയതുകൊണ്ട് ഞാനിന്ന് ബ്ലെൻഡറിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്ക് ചെയ്യുന്നില്ല, ബ്ലെൻഡറിൽ ഇതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്ലെൻഡറിൽ തേങ്ങ ഇട്ടു. പിന്നെ മസാലകളായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ 2 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടാട്ടോ ഇത് അരച്ചെടുക്കുന്നത്. അതിനിടയ്ക്ക് ചേട്ടാ അതിൽ പോകുന്നുണ്ട് ഞാൻ എന്താ എടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ബ്ലെൻഡറല്ലേ, അരയാനായിട്ട് ഭയങ്കര താമസമാണ്. ഞാൻ ബ്ലെൻഡറോടിട്ട് കുലുക്കുന്നുണ്ട് കൈസ്, എന്നിട്ട് അത് അറിയുന്നില്ല. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഇട്ട് അരയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്റ്റില്ല് ബ്ലെൻഡർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് കുലുക്കിയ ശേഷമാണ് അറിയാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ടയേർഡായിരുന്നു, നന്നായിട്ട് വേർക്കണമുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ആലോചിച്ചും ചിന്തിച്ച് ഞാൻ ബ്ലെൻഡറിൽ മസാലയൊന്ന് അരച്ചെടുത്തു. എന്നിട്ട് അതൊരു ചട്ടിയിലേക്ക് മാറ്റി അതിനകത്തോട്ട് ആവശ്യപ്പെട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും പിന്നെ കുടംപുളിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുടംപുളി ഒരു 3 കുടംപുളി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കാണ് നമുക്ക് മത്തി കുഞ്ഞുങ്ങളെ പെറുക്കി ഇടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ചു കേട്ടോ. പിന്നെ ഞാൻ കഴുകി വെച്ച മത്തീനെ എല്ലാം വാരി ഇതിനകത്തോട്ട് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. മത്തി വേവാനായിട്ട് അധികം സമയമില്ല, 5 മിനിറ്റ് ധാരാളമാണ്. അങ്ങനെ മത്തി വേകുന്ന സമയത്തോടെ ഞാൻ അതിനൊക്കെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഷാലറ്റ്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്ത ഷാലറ്റ്സ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഇപ്പോൾ ഇളക്കരുത്, നമുക്ക് ഉണ്ണാറാകുമ്പോൾ ഇത് എടുക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ചോറ് കഴിക്കാനായിട്ട് മത്തി കറി വെച്ചതും ചെറുപയർ തോരനും മോരുകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് അത് കൂട്ടി നല്ല കുശാലായിരുന്നു കേട്ടോ ചോറ്. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് മോന് ചോറൊക്കെ കൊടുത്ത് ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ടാറ്റാ ബൈ ബൈ, സീ യു.